പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:16 ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ യേശു നാം അസ്വസ്ഥരായിരിക്കുന്നത് കണ്ട് നാം ഏകാന്തതയിൽ സഹായത്തിന് ആരുമില്ല എന്ന ഒരവസ്ഥയിലാകുമ്പോൾ യേശു നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, യേശു പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നമ്മോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന്, അതായത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരികയും ചെയ്യും എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് നാം അവയെപ്പറ്റി ധ്യാനിച്ച് അതനുസരിച്ച് ജീവിക്കണം. ആരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്? യെശയ്യാ 66:2 പറയുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപമുണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നാം എളിമയോടെ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് അത് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ദൈവം നമ്മെ കടാക്ഷിക്കുന്നത്. നമ്മിൽ ഏകാന്തതയും നിരാശയും ഭയവും ഉത്കണ്ഠയും അസ്വസ്ഥതയും എല്ലാം ഉണ്ടാകുന്നത് തിന്മയുടെ ശക്തി നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഈ അന്ധകാര ശക്തികൾ നമ്മിൽ പ്രവർത്തിക്കുവാൻ കാരണം നാം ശക്തരല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നാം സൂക്ഷിക്കാത്തത് കൊണ്ടാണ് നാം അശക്തരായി മാറുന്നത്, നമുക്ക് ശക്തിയില്ലാതായി മാറുന്നത്. തിന്മയുടെ ശക്തി നമ്മിൽ കടന്നുകൂടുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണെന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:14 പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. മാമോദീസായിലൂടെയും അതുപോലെ മറ്റു കൂദാശകളിലൂടെയും നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നാം നിർവീര്യമാക്കി കളയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോകുന്നത്? പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നാം ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അനുദിനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനോട് നാം മല്ലടിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നാം തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും അനുദിനം നാം ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളെ അവഗണിച്ച് തന്നിഷ്ടം പോലെ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നാം മല്ലടിക്കുകയാണ് ചെയ്യുന്നത്. എഫേസോസ് 4:30 തിരുവചനം പറയുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്ന്. മത്തായി 12:31 യേശു പറയുന്നു, മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. അപ്പസ്തോല പ്രവർത്തനം 7:51 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്തേഫാനോസ് ഭക്തരായ യഹൂദ ജനങ്ങളോട് പറയുന്നുണ്ട്, മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. യേശു നടത്തിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വസിക്കാതെ, യേശുവിനെ അംഗീകരിക്കാതെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ അവഹേളിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് യേശുവിനെ അവർ കുരിശിൽ തറച്ചു. അവരുടെ പിടിവാശി മൂലമാണ് യേശു അവരെ മർക്കട മുഷ്ടിക്കാരെ എന്ന് വിശേഷിപ്പിക്കാൻ ഇടയാക്കിയത്. പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.